ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു റിലീസായി ഏപ്രിൽ 15 ബുധനാഴ്ച രണ്ട് പ്രധാനപ്പെട്ട മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. നേരത്തെ റിലീസിംഗ് മാറ്റിവെച്ച പള്ളിച്ചട്ടമ്പി, അതുപോലെ കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നീ സിനിമകളാണ് ബുധനാഴ്ച തിയേറ്ററിലെത്തുന്നത്. ഈ രണ്ട് സിനിമകളുടെയും അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. എസ് സുരേഷ് ബാബുവിന്റെ തിരക്കഥയിൽ ലിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന പള്ളിച്ചട്ടമ്പിയിൽ ടോവിനോ തോമസ്, കയാദു ലോഹർ, ജോണി ആന്റണി, സുധീർ കരമന, വിജയരാഘവൻ, ബാബുരാജ്, ടി രവി, അലക്സാണ്ടർ പ്രശാന്ത് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. മലയാളത്തിന് പുറമെ തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി എന്നിങ്ങനെ 4 ഭാഷകളിൽ കൂടി സിനിമ തിയേറ്ററിലെത്തും എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ടിജോ ടോമിയും എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗുമാണ്. ജെക്സ് ബിജോയി സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ താൻ പോയി കേസുകൊട് എന്ന സൂപ്പർ ഹിറ്റ് വിജയ ചിത്രത്തിന് ശേഷം കുഞ്ചാക്കോ ബോബനും രതീഷ് ബാലകൃഷ്ണ പൊതുവാളും ഒരുമിക്കുന്ന സിനിമ കൂടിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തന്നെയാണ്. ചിത്രത്തിൽ സൈൻ ഗോപു, ചിദംബരം, ജാഫർ ഇടുക്കി, ഷാഹി കബീർ, രാജേഷ് മാധവൻ, പൂജ മോഹൻരാജ്, ശരണ്യ ആർ നായർ, ദിലീഷ് പോത്തൻ, സുധീഷ്, ദിവ്യ വിശ്വനാഥ് എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഇന്ന് രാവിലെ 10 മണിയോടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമ കുഞ്ചാക്കോ ബോബൻ, മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം അർജുൻ സേതുവും എഡിറ്റിംഗ് മനോജ് കണ്ണോത്തുമാണ്. ഡോൺ വിൻസെന്റ് ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഏപ്രിൽ 2 തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. വിപിൻദാസ് തിരക്കഥ എഴുതി സബിൻസ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച മാത്രം കേരളത്തിൽ 8,35 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 80 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാത്രം ഈ സിനിമ ആദ്യ 11 ദിവസം കൊണ്ട് 10 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി മാത്രം ഈ സിനിമ ആദ്യ 11 ദിവസം കൊണ്ട് 90 കോടി രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഈ സിനിമ വമ്പൻ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം ഈ സിനിമ ലോകമെമ്പാടുമായി 15 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 11 ദിവസം കൊണ്ട് തന്നെ 164 കോടി റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 12-ാം ദിവസം എന്ന് രണ്ടാമത്തെ തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് അഡ്വാൻസ് ബുക്കിലൂടെ മാത്രം ഈ സിനിമ 2,52 ലക്ഷം രൂപയാണ് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും 5 കോടി റേഞ്ചിൽ തന്നെയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ 12 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 172 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏപ്രിൽ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ദിവ്യ നായർ, ജഗദീഷ്, ശ്രീജ രവി, ബേബി ജീൻ, കലാരഞ്ജനി, ജിബിൻ ഗോപിനാഥ്, വിനയ് ഫോർട്ടി എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം 3-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,17 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 2,50 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 4-ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് മികച്ച ബുക്കിംഗാണ് നടക്കുന്നത്. ഇന്നും മണിക്കൂറിൽ 2,000, 2,500, 3,000 ടിക്കറ്റുകൾ വരെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഇന്നും 1,10 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ മാത്രം ഈ സിനിമ 3,60, 3,70 ലക്ഷം റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,50 ലക്ഷം റേഞ്ചിലുമാണ്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ആട് 3 തിയേറ്ററിലെത്തിയിട്ട് 26-ാമത്തെ ദിവസമായ 4-ാമത്തെ തിങ്കളാഴ്ചയാണ് പിന്നിടുന്നത്. ചിത്രം 25-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 16 ലക്ഷം രൂപയാണ്. അങ്ങനെ കേരളത്തിൽ 25 ദിവസം കൊണ്ട് 52,88 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 26-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 8-10 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സിനിമയുടെ കേരള കളക്ഷൻ 53 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ 26 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 122,50 ലക്ഷം റേഞ്ചിലാണ്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ടും ഇന്നലെ ഞായറാഴ്ചയോടെ 25 ദിവസം പൂർത്തിയായി 26-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമ 25-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 8,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 25 ദിവസം കൊണ്ട് 18,80 ലക്ഷം രൂപയാണ് അങ്ങനെ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 1,297,48 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 414,50 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 25 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,711,98 ലക്ഷം രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. മാർച്ച് 19 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് യൂത്ത്. ഈ സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 1,41 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ 52,37, കർണാടകയിൽ 4,09 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 5,68, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 27 ലക്ഷം എന്നിങ്ങനെ 63,78 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 11,53 ലക്ഷം രൂപയാണ്. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 25 ദിവസം കൊണ്ട് 75,31 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഷെയറായി നിലവിൽ 31,44 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. മോഹൻലാൽ നായകനായി ജീത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3-ാമത്തെ ചാപ്റ്റർ ദൃശ്യം 3 തിയേറ്ററിലെത്തുന്നത് മെയ് 21 മോഹൻലാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. അതിന് മുന്നോടിയായി ചിത്രത്തിന്റെ 2-ാം ഭാഗമായ ദൃശ്യം 2 കഴിഞ്ഞ മെയ് 10 വെള്ളിയാഴ്ച തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നിരുന്നു.
ആദ്യം ഡയറക്റ്റ് OTT ആയി എത്തിച്ചേർന്ന് മികച്ച അഭിപ്രായവും മികച്ച വിജയവും നേടിയെടുത്ത ഈ സിനിമ തിയേറ്ററിൽ എത്തിച്ചപ്പോൾ അത്ര മികച്ച സ്വീകാര്യതയല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കളക്ഷൻ സൂചിപ്പിക്കുന്നത്. ചിത്രം വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3,93,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഒരു മോഹൻലാൽ ചിത്രം റീ റിലീസായി തിയേറ്ററെത്തുമ്പോൾ കിട്ടുന്ന മികച്ച സ്വീകാര്യതയും കളക്ഷനും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.